ആതിര സരസ്വതുണ്ട് ഈ കാലാവസ്ഥാ വിവരങ്ങളുമായിട്ട്. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മൊത്തത്തിലൊരു ദിനാന്തരീക്ഷ അവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്നും സംസ്ഥാനത്ത് മഴയില്ല, എന്നാൽ മറ്റന്നാൾ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലാണ് മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത്. കിഴക്കൻ കാറ്റ് സജീവമാകുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ മഴയ്ക്കുള്ള പ്രധാന കാരണം. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ട ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം പകുതിയോടെ എൽനിനോ വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആഗോളതലത്തിൽ അതുകൊണ്ട് തന്നെ താപനില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില ഇന്ന് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരേക്ക് എത്തുമ്പോൾ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില. ഏറ്റവും കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇന്ന് മഴയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാലാവസ്ഥാ വിവരങ്ങൾ. ഇനി സേതുലക്ഷ്മിയിലേക്ക്. ഓക്കെ, ശരി ആതിര.